ജാനു, എന്താ ഈ കിണറിന് എത്ര അടി താഴ്ച വരും? എത്ര അടി താഴ്ച വരുമെന്ന് താനൊന്ന് ഇറങ്ങി നോക്ക്, അപ്പ അറിയാം. ശൃംഗരിക്കാൻ വന്നിരിക്കുന്നു മാഷേളൻ. വെറുതെ അല്ലടി നീയൊക്കെ ഇവിടെ ഇങ്ങനെ വെള്ളം കോരി കിടക്കണേ. ഒട്ടതിനും പിടിച്ചതിനൊക്കെ തെക്കുംപ്രങ്കാരോട് മെക്കെട്ട് കയറാൻ വരലല്ലേ വടക്കുംപ്രങ്കാരനോരുടെ പണി. അക്കം കിട്ടുമ്പോ 4 വർത്താനം പറഞ്ഞു വെച്ച് കുറ്റമൊന്നും ഇല്ല. എന്നാലും ഒന്ന് പറഞ്ഞ് 2 പറഞ്ഞ് എന്തൊക്കെ ഉണ്ടാവോ ആവോ? അമ്മായി, ഇല്ല, ഒന്നും ഉണ്ടാവില്ല, ഉറപ്പാ. ആ ഭാഗം KK ചിപ്സിന് വിട്ടു തരാ. വേണ്ട, എഴുന്നേൽക്കണ്ട. ഇവിടെ ആരും അതിന് എഴുന്നേറ്റില്ലല്ലോ. എഴുന്നേറ്റില്ലെങ്കിൽ വേണ്ട, അതും പറഞ്ഞ് തർക്കിക്കാൻ ഞാനില്ല. കമലാസിനോട് ഞാനൊരു കാര്യം കഴിഞ്ഞവണയും പറഞ്ഞിട്ടുള്ളതാണ്. ഈ അടുക്കള ഭാഗത്ത് കൂടെയുള്ള വരവ് എനിക്കത്ര പിടിക്കുന്നില്ല. അറിയാം, ഓർമ്മയുണ്ട്. വല്യമ്മായി മാത്രല്ല, പല അമ്മായിമാരും എന്നോട് ചോദിക്കാറുണ്ട്. ആ അമ്മായിമാരോട് പറയണത് പോലെ തന്നെ ഈ വല്യമ്മായോടും പറയണു. സ്ത്രീജനങ്ങൾ ഇരിക്കുന്നിടത്ത് ഐശ്വര്യമുള്ളൂ, ഐശ്വര്യമുള്ളിടത്ത് കമലാസനക്കുറിപ്പ് ഉണ്ടാവൂ. തെറ്റാന്ന് വെച്ചാലും കമലാസനക്കുറിപ്പ് പിൻഭാഗത്തോടെ വരൂ. മാപ്പാക്കണേ അമ്മായി, അറിയാതെ പറഞ്ഞു പോയതാ. ഇത് ഈ പറഞ്ഞ പോലെ അച്ഛനോട് പറയാനുള്ള ധൈര്യമുണ്ടോ കുറിപ്പിന്? അതും ഇതും പറഞ്ഞ് വെറുതെ എന്നെ വിഷമിപ്പിക്കണ്ട കേട്ടോ. കുട്ടി എന്തേ KK ചിപ്സിന്റെ സാരി ചിറ്റിൽ ചേർന്നില്ല? എനിക്ക് ആവശ്യത്തിന് സാരിയൊക്കെ ഉണ്ടല്ലോ. എന്നാ പിന്നെ പാത്രച്ചിട്ടി, പാദസര ചിട്ടി, ട്രാൻസിസ്റ്റർ ചിട്ടി, അങ്ങനെ തരുണീമണികളുടെ അഭിരുചിക്കനുസരിച്ച് ഈ ഭൂമുഖത്തുള്ള എന്തിനേയും ചിട്ടിയുടെ പരിധിയിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന് തെളിയിച്ചിട്ടുള്ള ഒറ്റ ചിട്ടി കമ്പനി എവിടെയുള്ളൂ, KK ചിറ്റ്സ് ആൻഡ് ഫൈനാൻസിയേഴ്സ്. അശ്വതി കുട്ടിയോട് മാത്രം പറയാൻ വേറൊരു കാര്യമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അങ്ങനെ അശ്വതി കുട്ടിയോട് മാത്രം പറയണ്ട, ഞാനും കൂടെ കേക്കട്ടെ. നിർത്ത്. ഞാൻ തുടങ്ങാൻ പോകുന്ന പാത്രച്ചിട്ടിയുടെ ഉദ്ഘാടനം ഈ ഇരിക്കുന്ന പാവപ്പെട്ട അശ്വതി കുട്ടിയെ കൊണ്ട് നിർവഹിപ്പിക്കാൻ വല്യമ്മായിയുടെ അനുവാദം ചോദിക്കാനാണ് ഞാൻ വന്നത്. അല്ലാതെ അമ്മായി തെറ്റിദ്ധരിച്ചിരിക്കുന്ന പോലെ അശ്വതി കുട്ടിയോട് ശൃംഗരിക്കാനോ കൊഞ്ചി കുളിയാനോ അല്ല ഞാൻ വന്നതെന്ന് ഞാനിവിടെ ഊന്നി ഊന്നി പറയുകയാണ്. അടുക്കള ഭാഗത്ത് കൂടെ പോകണ്ട. അടുക്കള മാത്രം പോണില്ല. അത് തന്നെ ഞാനും പറയണേ. ഞാനും ആരുടെ അല്ല എന്ന് വെച്ചാൽ എല്ലാവരുടെയാണ്. ആ കണ്ണാടി ഉരുക്കടോ, തട്ടി തടഞ്ഞ് വീഴൂ. താങ്ക് യു. അതുകൊണ്ടെന്താ, വടക്കുംപുറത്തെ കാര്യസ്ഥന്റെ അനന്തരാവാസിയാണെങ്കിലും തെക്കുംപുറത്ത് ഇരിക്കാൻ എനിക്ക് ചെറിയൊരു ഇരിപ്പിടുണ്ട്. ഇരിപ്പട അടുക്കളയിലായിരിക്കും, ചെലവേ മേലെ. എന്താടോ ചിരവത്ര മോശ? KK ചിറ്റ്സ് ഒരു ചിരവ ചിട്ടി കൂടി തുടങ്ങാൻ പോകുന്നുണ്ട്, തന്റെ പടം വെച്ചിട്ട്. കുടുംബക്കാർ വന്നിരിക്കുമ്പോ കുട്ടി എന്തിനാ മറിഞ്ഞൊന്നും നോക്കണേ? കടന്നു വരൂ. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുക അല്ലേ? ആരെങ്കിലും ആണുങ്ങൾ ഉമ്മർത്തന്ന അപ്പോൾ വായി നോക്കാൻ എത്തും. എന്താ ചേച്ചി ഈ ചെറുപ്പം കുട്ടികൾ ഇങ്ങനെ വഴക്ക് പറയണേ? ചേച്ചിയോ? ആരാടാ തന്റെ ചേച്ചി? താൻ എന്നെക്കാൾ എത്ര വയസ്സിന് മൂത്തതാ? പക്ഷെ എന്റെ മനസ്സിപ്പോഴും ചെറുപ്പാണ് കല്യാണിക്കുട്ടി അമ്മായി. എന്താ വിളിച്ചേ? കല്യാണിക്കുട്ടി അമ്മാന്ന്. എടി അപ്പുറത്ത് പോവാൻ. നിക്കവിടെ. ഞാൻ തുടങ്ങാൻ പോകുന്ന കൊലുസ് ചിട്ടിയുടെ ഉദ്ഘാടനം ഈ നിൽക്കുന്ന പാവപ്പെട്ട അമ്മിണിക്കുട്ടിയെ കൊണ്ട് നിർവഹിപ്പിക്കാൻ കല്യാണി അമ്മയോട് അനുവാദം ചോദിക്കാനാണ് ഞാൻ വന്നത്. അല്ലാതെ കല്യാണി അമ്മ തെറ്റിദ്ധരിച്ചതുപോലെ ശൃംഗരിക്കാനോ കൊഴിഞ്ഞാടുവാനോ വന്നതല്ല എന്ന് ഞാൻ ഇവിടെ ഊന്നി ഊന്നി പറയാം. തന്റെ ഈ അടുക്കള വശത്തോടുള്ള വരവുണ്ടല്ലോ, മേലാൽ അത് ആവർത്തിച്ച. ഒരു സെക്കൻഡ്, കുട്ടി അകത്തേക്ക് പോവൂ. അവിടെ നിൽക്കടി. അകത്ത് പോവാനാ പറഞ്ഞത്. എന്നാ നിന്ന് കേക്കട്ടെ. മേലാൽ അത് ആവർത്തിച്ച ചൂലെടുത്ത് എന്റെ മുഖത്തടിക്കും. ആ കല്യാണമേ ഒരു ചായ. ഇപ്പൊ കുടിക്കണ്ട. പിന്നെ എപ്പോഴാ കുടിക്കുക? ഇപ്പൊ കുടിക്കണ്ടെന്ന് പറഞ്ഞിട്ടാ കൊരങ്ങ. താൻ പോടാ അവിടുന്ന്. അത് ശരിയാ. അപ്പൊ കസ്റ്റമേഴ്സിന് ചീത്ത പറഞ്ഞു തുടങ്ങിയല്ലേ? ആ കളി വേണ്ട. എന്റെ വന്നേ. കല്യാണി അമ്മയുടെ കുട്ടി, കല്യാണം കഴിക്കാത്ത കുട്ടി അമ്മിണിക്കുട്ടി, കൂടെ ഒരാട്ടിൻകുട്ടി. പെട്ടി വായിക്കാൻ വന്ന ചേട്ടൻ പെട്ടിച്ചേട്ടൻ തങ്കപ്പനല്ല തങ്കമേ, കൃഷ്ണവേഷം കെട്ടാമെന്ന ചേട്ടൻ കൃഷ്ണേട്ടൻ മനോജ് കുമാർ DPTXQ. അതെന്താ? ഡിഗ്രി സുന്ദരേ. ആടുകൾ, വാഴകൾ, കുലകൾ, വേലികൾ, ഹരിത വനങ്ങൾ, രാത്രിയുടെ രോമാഞ്ചങ്ങൾ. അയ്യോ, അത് ചൊറുതനോ? കഴിഞ്ഞ തവണ തന്റെ വിടുവായിക്ക് സമ്മതം മൂളിയതിന്റെ ഒറ്റ കാരണം കൊണ്ടാ അവറ്റകൾ ഇപ്പോഴും പറഞ്ഞ് നാട്ടിക്കണേ. ആ ചിങ്കാരപ്പെട്ടി വേലന്റെ ഒരു കൂട്ടം കുതിരയെടുപ്പും ഗോപ്പും എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. അതിപ്പോ ഏത് മിടുക്കനും ഒരു അബദ്ധം പറ്റൂലോ. പക്ഷെ ഞാൻ ഇപ്പൊ പറഞ്ഞത് അങ്ങോട്ട് വിശ്വാസമായില്ല എന്ന് വെച്ചാ അതിന്റെ നഷ്ടം താൻ തരൂ.
അയ്യട മോനെ കാശ. അവിടത്തേക്ക് അത് പിന്നീട് ബോധ്യപ്പെടും. പാലക്കാട് മൈതാനത്തിൽ വെച്ച് നേരിട്ട് കണ്ട് എനിക്ക് ബോധ്യപ്പെട്ടതാ. കുമാരി കനകപ്രഭ ആൻഡ് പാർട്ടിയുടെ നൃത്യങ്ങൾ എന്ന് പറഞ്ഞപ്പോ തന്നെ ആളുകളുടെ ഒരു ബഹളേ. ഇവിടത്തെ അത്രയും പ്രായമുള്ള ചേട്ടന്മാര് വരെ കിടന്ന് തുള്ളുകായിരുന്നില്ലേ? ജനം കിടന്ന് അങ്ങടെ എരമ്പായിരുന്നില്ലേ? എന്തായാലും ഇപ്രാവശ്യം വടക്കുംപുറത്തേറെ തറ പറ്റിക്കണം. അപ്പൊ അത് തന്നെയല്ലോ തന്നോട് ഈ നേരം വരെ പറഞ്ഞത്. ആ പെണ്ണുണ്ട് ഇവളെ പരിപാടി തല്ലിപ്പൊളി ആക്കോടോ. എനിക്കിത് ഇങ്ങനത്തെ ഓരോന്ന് കേൾക്കുമ്പോ പറഞ്ഞവര് എന്നാ ഇനി സമയം കളയണ്ട, ഏർപ്പാടായിക്കോളൂ. എന്നാ പോവാ. താൻ എന്നോട് ഈ ഇരുമ്പുമ്മ കോഴിക്കുഞ്ഞിനെ വെച്ചോലിരിക്കണേ. എനിക്ക് വാ വരാൻ. എന്താടോ ആസനക്കുറുപ്പേ? കനകപ്രഭ ആൻഡ് പാർട്ടി വന്ന് ഇറങ്ങിയിട്ടുണ്ട്. വടക്കുംപുറത്തുകാർ ഞെട്ടി തരിച്ചിരിക്കുക. വന്നിറങ്ങി കഴിഞ്ഞ ഉടനെ ഒരു കൂട്ടര്. ഒടുവിലെല്ലാം കഴിഞ്ഞപ്പോ ഞെട്ടിയത് ഞാനായിരുന്നു മാത്രം. വിളിപ്പിക്കാം, സാമ്പിൾ കാണിക്കാൻ പറയാം. ഒരു CID-യുടെ മേലെങ്കിൽ ഞാൻ വീണ്ടും എടുത്ത് അണിയേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ഈ പാതിരാത്രിക്ക് തന്നെ വേണോ? നേരം വെളുത്തിട്ട് പോരെ? നിനക്ക് വേറെ പണിയില്ല തങ്കപ്പ. ജയദേവൻ സാർ പാവപ്പെട്ട ഒരു കലാകാരിയെ ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നതാകാം. അബലയായി അവളെ രക്ഷിക്കേണ്ട ധാർമ്മികമായ ചുമതല എനിക്കില്ലേ? എന്നെ തടയരുത്. തങ്കപ്പ, തന്റെ ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഉള്ള പരവേശവും പരാക്രമം ഉണ്ടല്ലോ, അത് ഇന്നോട് അവസാനിപ്പിച്ചോണം. ഇല്ലെങ്കിൽ കൂടും കുടുക്കെടുത്ത് ഞാൻ കോടമാകത്തോട് പറഞ്ഞേക്കും. പോയി കിടന്നു തുറങ്ങണം. തങ്കപ്പ, തങ്കപ്പ, കൂടും കുടുക്കെ എടുപ്പിച്ച് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുവോ? ഇല്ല, താൻ പോയി കിടന്നുറങ്ങ്. ഞാൻ പോയി കിടന്നുറങ്ങാം. അതിലേ പോ. അവലെ രക്ഷിക്കുന്നില്ല. തെക്കുംപുറത്തുകാരുടെ ഹീറോയിനാണെന്ന് തോന്നുന്നു. പൊടിച്ചരക്ക. ഹലോ, കഥാകഥനമാണല്ലേ? ഞാൻ നാട്യതിലകം കനകപ്രഭ ആൻഡ് പാർട്ടി. ഞാനിന്ന് சின்னவளே, முகம் சிவந்தவளே, நான் ஏற்றுக்கொள்வேன் கரம் தொட்டு என் கண்ணே. என்னிருமை காதலியே. എങ്ങാണ്ടൊക്കെ തെണ്ടിത്തിരിഞ്ഞു നടന്ന ഒരു കൂത്തുകാരെയും കൂട്ടരെയും ഉത്സവം ജയിക്കാൻ ഭഗവതിയുടെ മുമ്പിൽ കൊണ്ട് ഇറക്കുക. അവര് തെക്കു വടക്ക് നടന്ന് നാടടച്ച് പുലപ്പം പറയുക. എന്തൊക്കെ അവർ അമ്പലം വഴി നിന്ന് കാട്ടിക്കൂട്ടിയെന്നറിയോ തിരുമേനിക്ക്? ശുദ്ധിയും വൃത്തിയില്ലാത്ത വർഗ. ആ ആട്ടക്കാരി പെണ്ണിനെ പറ്റി ആളുകൾ ഓരോന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കണു. തിരുമേനി ഇതിൽ ഇടപെടില്ലാച്ചാൽ കയ്യും കെട്ടി നോക്കിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അടങ്ങ. എന്ത് പ്രശ്നത്തിനും ഒരു പരിഹാരമൊക്കെ ഇല്ലേ? നിങ്ങള് നിങ്ങളുടെ ഭാഗം പറയണു, തെക്കുംപുറക്കാർക്ക് അവരുടെ ഭാഗം പറയണ്ടാവും. രണ്ടു കൂട്ടരും തമ്മിൽ ഒരു ചെറിയ കശപിശ ഉണ്ടായി എന്നുള്ളത് നേരെ തന്നെ. അതിനൊരു കൂട്ടരെ മാത്രം പറയേണ്ട കാര്യമുണ്ടോ? പുഴ നീന്തി വന്ന ഭഗവതിയുടെ നടയാണ് ജന്മാന്തരങ്ങളുടെ പുണ്യസ്ഥലം. ശുദ്ധം വൃത്തി തുടങ്ങിയ കാര്യങ്ങൾ പ്രധാനമായിട്ട് വരും. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ആ കാര്യങ്ങളിലൊന്നും ഒറ്റ നോട്ടക്കുറവുണ്ടാവും. വരൂ വരൂ. കലാകാരന് വന്ന അന്ന് മുതൽ തിരക്കൊഴിഞ്ഞിട്ട് നേരമില്ല അല്ലേ? റിഹേഴ്സലിന് പുറമെ നാട്ടുകാര്യങ്ങള്, മറ്റു കാര്യങ്ങള്. അതെ അതെ. അയ്യോ,
അങ്ങനൊന്നും ഇല്ല. ഉത്സവം ഗ്രൂപ്പ് തിരിഞ്ഞാണെങ്കിലും സ്റ്റേജ് പൊതുവായിട്ടുള്ളതാണല്ലോ. അതെവിടെയാ എങ്ങനെയാന്നൊക്കെ നിശ്ചയിക്കണേ. ഇത്തവണ സ്റ്റേജ് മണിയനാലിന്റെ ചോട്ടിൽ മതിയെന്ന് ഞാൻ പറയുമായിരുന്നു. വിരോധം ഇല്ലല്ലോ. അത്തരം കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ അങ്ങോട്ട് തീരുമാനിക്കുക. അതിലിപ്പോ ചോദിക്കാനും പറയാനും എന്താ ഉള്ളത്? ചെല്ലുക ചെല്ലുക, ഭംഗിയാക്കുക. അറിവുണ്ട്, ആൾബലമുണ്ട്, ശോഭിക്കും അല്ലേ? അത് സംശയമില്ല, ദോഷം പറയരുതല്ലോ.